ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സ്വപ്ന ആകെ അങ്ങോട്ട് പൊട്ടി പാളീസായ പോലുള്ള ഒരു അവസ്ഥയിലാണ് കേട്ടോ. അവളുടെ ഫോണും പോയി. അവൾക്ക് എന്താ ചെയ്യേണ്ടത്? അവളുടെ കൂടെ നിൽക്കണ അമ്മയും ഇപ്പോൾ കൂടെ നിൽക്കണില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവളുടെ ഫോണൊക്കെ നമ്മുടെ ഗിരി വാങ്ങി വെച്ചപ്പോൾ ഗിരി രണ്ടും കൽപ്പിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. അമ്മ ഇപ്പോൾ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണം. എനിക്ക് വല്ല പ്രേമം എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയും. അപ്പം തന്നെ ഞാൻ ഇവിടെ നിന്ന് നിന്നെ ചവിട്ടി പുറത്താക്കും. ഞാൻ ഇത്ര നാളും നീ പറയണം കേട്ട് ഞാൻ നിന്നു. ഇപ്പം നീ പഠിക്കണമില്ല, ഒന്നുമില്ല. എനിക്ക് എന്താണ് അമ്മ, എനിക്ക് എങ്ങനെയും അവൾ ഫോൺ വാങ്ങാൻ വേണ്ടിയാണ് അമ്മേൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. പക്ഷേ അമ്മൻ്റെ കയ്യിൽ ഒന്നും നടക്കണില്ല. എന്നിട്ട് പറഞ്ഞു, അമ്മേ ഞാൻ ഇപ്പോൾ പഠിക്കുകയല്ലേ വേണ്ടത്, അതിന് എനിക്ക് ഫോൺ വേണം. എനിക്ക് ഫോണല്ലേ വേണ്ടത്, എൻ്റെ ഫോൺ എടുത്തോ, നീ പോയി കണ്ടോ, എനിക്കൊരു കുഴപ്പമില്ല. അത് കേട്ടപ്പോൾ ആളങ്ങോട്ട് അവൾ ഉദ്ദേശിച്ച ഒരു രീതിയിലൊന്നും നടക്കണേ ഇല്ല. ഇപ്പം അവൾ പറയണത് ആരും ഒന്നും കേൾക്കണില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ മഞ്ജുവിൻ്റെ അടുത്തും പറയണ്ടത്, നീ വന്നതിന് ശേഷം, നീ വരുന്നതിൻ്റെ മുമ്പ് ഞാൻ പറയണതാണ് ഈ കുടുംബത്തിൽ ഒരു വാക്ക്. നീ വന്നതിന് ശേഷം നീ പറയണതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു വാക്ക്. എന്തായാലും ഞാനൊരു കോടീശ്വരിയാവും. അതിന് ശേഷം ഞാൻ നീയും ഗിരിയേട്ടനും ഞാൻ എന്തായാലും ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സീൻ കൊണ്ട് നമ്മുടെ മഞ്ജുവിൻ്റെ അടുത്തേക്ക് ശാലിനി പോകണം കേട്ടോ. ശാലിനി വേറൊന്നുമില്ല, തല്ല് താ പറഞ്ഞിട്ട് ചോദിച്ച് വാങ്ങാൻ വേണ്ടി പോണ ആളാണ് കേട്ടോ ശാലിനി. അങ്ങോട്ട് പോയിട്ട്, എനിക്കെന്തായാലും ഗിരിനെ ഇപ്പോൾ എനിക്ക് വേണ്ട, ഗിരിനെ കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതെന്തായാലും നീ കുറച്ച് വൈകിയാണെങ്കിൽ മനസ്സിലായല്ലോ, എനിക്ക് സന്തോഷമായിട്ട് പറയാണ്. എന്തായാലും ഞാൻ നീയും ഗിരിയുമായിട്ട് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ എന്തായാലും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ വെല്ലുവിളിക്കണം. നീ എന്തോ ചെയ്തോ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാനും ഗിരിയേട്ടനും നിൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടിയും എന്തായാലും ജീവിക്കും. നിനക്ക് ഞാനത് കാണിച്ച് തന്നിരിക്കും പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജുവും വെല്ലുവിളിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സീന കൊണ്ട് നമ്മുടെ ഭാനുമ്മ ഗിരിയോട് പറയണേ, ഗിരി അവളെ ഇറക്കി വിടുക, അവൾ ഇവിടുന്ന് പോട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭാനു പറയും, എടാ എന്നാലും അവൾ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവളെ ഇറക്കി വിടുകയൊക്കെ ചെയ്യണം, നിൻ്റെ അനിയത്തിയല്ലേ അവൾ എന്നൊക്കെ പറയണേ. അതിനാരാ അമ്മയെ അവളെ ഇറക്കി വിടുന്നത്? ഞാൻ ഇറക്കി വിടുന്ന കാര്യമല്ല പറഞ്ഞ്, അവളുടെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യം പറഞ്ഞു കൊണ്ട് പറയണേ. അത് കേട്ടിട്ട് നമ്മുടെ സ്വപ്ന പകുതിയും പോയ പോലെയുള്ള ഒരു ഷോക്കായിരുന്നു കേട്ടോ ആളുടെ. അവളിനി എന്ത് ചെയ്യും? അവളാണെങ്കിൽ സഞ്ജയന് കല്യാണം കഴിച്ചിട്ട് കോടീശ്വരിയെ ജീവിക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് നടക്കുന്ന ആൾ. ഇതിപ്പോൾ ഗിരിയേട്ടൻ കൊണ്ടുവരുന്ന ആലോചന പറയുമ്പോൾ അങ്ങനെ ഒരാളായിരിക്കില്ല, അതിന് പാവപ്പെട്ടവനായിരിക്കും. ഗിരിയേട്ടൻ അങ്ങനെയുള്ള ഒരു ആളാണല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ആളൊക്കെ ആയിരിക്കുമ്പോഴത്തെ ആൾ അതൊക്കെ ആലോചിച്ച് ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. അന്തം വിട്ട് നിൽക്കണ പോലെ നിൽക്കുകയാണ്. അമ്മ തന്നെയല്ലേ പറയാറ് അവളുടെ കല്യാണം കഴിപ്പിക്കണം എന്ന്. ഞാൻ വിചാരിച്ചു അവൾ പഠിക്കട്ടെ, അവൾ പഠിക്കുന്ന ടൈമായിരുന്നില്ല, അപ്പോൾ അവൾ പഠിക്കട്ടെ, എന്തിനാ ഇപ്പോൾ കല്യാണം പറഞ്ഞിട്ടാണ് ഞാനാണ് നീട്ടിക്കൊണ്ട് പോയത്. അത് എൻ്റെ മേലെ വന്ന ഒരു തെറ്റായിരുന്നു. ഇപ്പം അത് എനിക്ക് മനസ്സിലായി, അവളെ പഠിപ്പിക്കാൻ വിട്ടിട്ട് ഒരു കാര്യമില്ലാന്ന് മനസ്സിലായി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മഞ്ജും മഹിമയൊക്കെ ഇരുന്ന് ചിരിക്കണ പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അവളതൊന്നും കാണുന്നില്ല. അവളാകെ അങ്ങോട്ട് എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തിയ പോലെ നമ്മുടെ ഗിരി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു കേട്ടോ. ഗിരിയേട്ടൻ സ്വപ്നയ്ക്ക് അങ്ങോട്ട് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. സ്വപ്ന പറയുന്നുണ്ട്, ഇതൊക്കെ ഗിരിയേട്ടൻ മാത്രം ഒറ്റയ്ക്ക് അങ്ങോട്ട് തീരുമാനിച്ചാൽ മതിയാ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഭാനു പറയും, പിന്നെ ആരാ നിൻ്റെ കാര്യം തീരുമാനം എടുക്കാം? ചെറുപ്പം തൊട്ടേ അവൻ പഠിക്കാൻ പോണ ആ സമയത്ത് പഠിക്കാൻ പോകണ്ട, കുടുംബം നോക്കണം പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചവനാണ് അവൻ. പിന്നെ നിന്നെ ഒരു കുറവും അറിയിക്കാണ്ട് നിന്നെ ഇത്രത്തോളം വളർത്തിയത് അവനാണ്. അപ്പോൾ ഇവനല്ലാണ്ട് പിന്നെ ആരാ നിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുക? നീ തന്നെ പറയും പറഞ്ഞിട്ട് സ്വപ്നയോട് ചോദിക്കുകയാണ് കേട്ടോ. അല്ല, കുറച്ചു കാലം മുമ്പ് നിനക്ക് പഠിക്കണ്ട, എന്നെ കല്യാണം കഴിച്ചു വിട്ടാൽ മതി, എങ്ങനെയെങ്കിലും എന്നെ കല്യാണം കഴിച്ചു വിട് പറഞ്ഞിട്ട് പറഞ്ഞ ആൾ ഇപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ ഗിരിയാണ് പറഞ്ഞത്, വേണ്ട അവൾ പഠിക്കട്ടെ അമ്മേ, അവൾക്ക് പഠിക്കാനുള്ള ആ ഒരു ടൈമല്ലേ, അവൾ പഠിക്കട്ടെ എന്നിട്ട് മതി കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഗിരി അതിനെ സമ്മതിച്ചപ്പോൾ നിനക്കത് സമ്മതിക്കാൻ ബുദ്ധിമുട്ട് ഇല്ലേ? നിൻ്റെ പ്രശ്നം എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഭാനുമ്മ ചോദിക്കാൻ കേട്ടോ. നീ വല്ല പ്രേമമുണ്ടോ? അവനാണ് നിനക്ക് ഫോൺ വാങ്ങി തന്നത് എന്നൊക്കെ നമ്മുടെ സ്വപ്നയോട് ഭാനുമ്മ ചോദിക്കാൻ കേട്ടോ. പ്രേമമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ഗിരി അവളെ നോക്കുകയാണ് കേട്ടോ. ഗിരിക്ക് അറിയാലോ അവൾക്ക് പ്രേമമുണ്ട്, അത് സഞ്ജയാണ് എന്നൊക്കെ ഗിരിക്കറിയാം. അത് ഭാനുമ്മ എന്ത് പറഞ്ഞു പറഞ്ഞാൽ ഭാനുമ്മ മകളിനെ കുറിച്ചിട്ട് ഉള്ള ആ ഒരു തെറ്റിദ്ധാരണയും എല്ലാം പോകും. ഭാനുമ്മയ്ക്ക് നല്ല വിഷമവും സങ്കടവും. അത് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഗിരി പറയണ്ട പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നു. പക്ഷെ നമ്മുടെ സ്വപ്ന പറയണ ആ ഒരു ഇതിലൊന്നും നിൽക്കണില്ല. അപ്പോൾ എന്തായാലും ആ ഒരു സത്യം എന്തായാലും നമ്മുടെ ഭാനുമ്മയുടെ അടുത്ത് പറയും കേട്ടോ. ഭാനുവും പിന്നെയും ചോദിക്കുന്നുണ്ട്, സത്യം പറയട്ടെ, നിനക്ക് എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞിട്ട് പറയടി പറഞ്ഞിട്ട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ മഞ്ജു കയറിയിട്ട്, അമ്മേ അവളെ വെറുതെ നിരാശപ്പെടുത്തരുത്, അവളുടെ ആ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ല ജീവിതമാണ്. അപ്പോൾ അവൾ കുറച്ച് സമയം എടുത്തിട്ട് പറയട്ടെ പറഞ്ഞിട്ട് മഞ്ജു കയറി വന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ സ്വപ്നം പറയും, നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? ഞാൻ വീട്ടിൽ മിണ്ടാണ്ടിരിക്കരുത്, അതല്ല വേണ്ടത്, ഞാൻ മഹിമയോടൊപ്പം പഠിക്കാൻ പോയിക്കോളാം പറഞ്ഞിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് പറയുമ്പോൾ നമ്മുടെ സ്വപ്നൻ്റെ കല്യാണത്തിനെ കുറിച്ചൊക്കെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.